ഓം ശാന്തി. സ്വപ്നങ്ങളെ സത്യമാക്കാൻ ആഗ്രഹിക്കാത്തവർ ഈ ലോകത്താരും തന്നെയില്ല. നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നത്തെ സത്യമാക്കാൻ വേണ്ടി, നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി 4 പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് ആക്സെപ്റ്റ്, സ്വീകരിക്കുക. എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ മെൻ്റൽ പൊസിഷനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാളൊരു കാര്യത്തെ കാണുമ്പോൾ ആ കാര്യത്തെ നിങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ആധാരത്തിലാണ് ആ കാര്യം നിങ്ങളിലേക്ക് വരുന്നത്. ഒരു ഗ്ലാസ്സിൽ ഹാഫ് ഗ്ലാസ് നിറച്ച് ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചിട്ട് ഇത് എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലർ പറയും ഇത് 1/2 ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ എന്ന് പറയും. ചിലർ ഇത് 1/2 ഗ്ലാസ് വെള്ളം ഉണ്ട് എന്ന് പറയും. ചിലർ ഇത് ഹാഫ് കാലിയാണ് എന്ന് പറയും. 3 കാഴ്ചപ്പാടാണ്. ഏത് കാഴ്ചപ്പാടിൽ നിങ്ങൾ ആ വെള്ളത്തെ കാണുന്നോ അതാണ് നിങ്ങളുടെ മെൻ്റൽ പൊസിഷനിങ് എന്ന് പറയുന്നത്. ഏത് രീതിയിൽ നിങ്ങൾ കാര്യത്തെ കാണുന്നുണ്ടോ അതനുസരിച്ചുള്ള ആക്സെപ്റ്റൻസാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് മൈൻഡിനെ പോസിറ്റീവാക്കി വെച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും എന്തുണ്ട് എന്നതിനെ കാണാൻ നോക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഉണ്ട് എന്ന് പറയാൻ പഠിക്കുക. ഇവരിൽ ഇങ്ങനൊരു ഗുണമുണ്ട് എന്ന് പറയാൻ പഠിക്കുക. ദിവസവും നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളുകളെ, നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് ആവാം, ഇൻലോസ് ആയിരിക്കാം, നിങ്ങളുടെ സ്വന്തമായിരിക്കാം, അച്ഛനും അമ്മയായിരിക്കാം, നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്ന വർക്ക് പ്ലേസിലെ ആളുകളായിരിക്കാം, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സഹയാത്രികരായിരിക്കാം, സ്ഥിരമായി കാണുന്ന എല്ലാ ആളുകളുടെയും കഴിയുമെങ്കിൽ ഏതെങ്കിലും ആളുമായിട്ട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമോ അഥവാ സ്വരച്ചേർച്ചക്കേടോ ഉണ്ടെങ്കിൽ, അഥവാ എന്തെങ്കിലും അനിഷ്ടങ്ങളുണ്ടെങ്കിൽ ആ ആളുകളുടെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് അവരുടെ ഗുണങ്ങളെ ഓർമ്മിക്കുക. രാത്രി ഉറങ്ങും മുന്നേ അവരുടെ ഗുണങ്ങളെ ഓർമ്മിക്കുക. ലാസ്റ്റ് ഓർക്കുന്നതല്ല ഞാൻ പറയുന്നത്, എന്നാലും നിങ്ങളുടെ ഫീൽഡിൽ ഇറങ്ങും മുന്നേ കുറച്ച് സമയം നമ്മൾ പ്രഭാതശീലങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക. മഥനം ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ആരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്നോ അവരുടെയൊക്കെ ഗുണങ്ങളെ ലിസ്റ്റ് ചെയ്യുക. ഇത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ച് നല്ല ഭാവന ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ മെൻ്റൽ പൊസിഷനിങ് പോസിറ്റീവ് ആവും. മൈൻഡ് സെറ്റപ്പ് എപ്പോഴും നല്ലത് കാണാനായിട്ട് പഠിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യമാണ് നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. നല്ലതെന്തോ വേണ്ടത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, എല്ലാവരുടെയും നല്ലതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. രണ്ടാമത് നന്ദി ഗ്രാമത്തിൽ വസിക്കുക എന്ന് വെച്ചാൽ അർത്ഥം, ഞാൻ രാമായണത്തിലെ ഒരു കഥ ഓർത്തു പോയതാണ്. ഭരതൻ ശ്രീരാമൻ വനവാസത്തിന് പോയ സമയത്ത് അത്രയും കാലഘട്ടം നന്ദി ഗ്രാമത്തിൽ സന്യാസിയെപ്പോലെ വസിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി നടത്തി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നന്ദി ഗ്രാമത്തിൽ വസിക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ദിവസത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇനി ഈവൻ ഒരാളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംഘർഷമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ നിങ്ങൾക്ക് കുറച്ച് മോശമായിട്ടുള്ള അവസ്ഥയോ സംഭവിച്ചാൽ അപ്പോഴും ഭഗവാനോട് പറയുക താങ്ക്സ് എന്ന്. അതെന്തിനാ അതിന് നമ്മൾ താങ്ക്സ് പറയുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ക്രൈസ്റ്റ് തൻ്റെ വളരെ പാപിയായിരിക്കുന്ന ഒരു ശിഷ്യയുടെ പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് അനുഗ്രഹം കൊടുത്തപ്പോൾ, പാദം കഴുകാനും അവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളതായിട്ടുള്ള ചാൻസ് കൊടുത്തപ്പോൾ മറ്റ് ശിഷ്യന്മാർ എതിർത്തു പോലും. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞതായിട്ടൊരു കഥ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ഒരാൾക്ക് 500 രൂപ കടമുണ്ടായിരുന്നു, വേറൊരാൾക്ക് 5000 രൂപ കടമുണ്ടായിരുന്നു. 5000 രൂപ കടമുള്ള ആൾ കടം വീടുമ്പോഴാണോ അതോ 500 രൂപ കടമുള്ള ആൾക്ക് കടം വീടുമ്പോഴാണോ കൂടുതൽ സന്തോഷം എന്ന് എല്ലാ ശിഷ്യന്മാരും ഉത്തരം പറഞ്ഞു പോലും 5000 രൂപ കടമുള്ള ആൾക്ക് കടം വീടുമ്പോഴാണ് കൂടുതൽ സന്തോഷം. അതുപോലെ പാപിയായിരിക്കുന്ന ഒരാളുടെ പാപം തീരുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷമെന്ന്. വളരെ മോശമായിട്ട് ഒരാൾ നമ്മളോട് പെരുമാറിയെങ്കിൽ ഏതോ വളരെ വലിയ നെഗറ്റീവ് അക്കൗണ്ട് ക്ലോസ്ഡ് എന്നർത്ഥം. അപ്പോൾ വലിയ കടം വീടിയ ദിവസമാണ്, താങ്ക്സ് ടു ഗോഡ്. എന്തെങ്കിലും വളരെ മോശമായി സംഭവിച്ചാൽ ഇന്നൊരു വലിയ നെഗറ്റീവ് അക്കൗണ്ട് തീർന്നു, വലിയ കടം വീടി, ഐ എം താങ്ക്സ്ഫുൾ ടു യു. എന്തൊരു കാര്യത്തിന് വേണ്ടിയും ഐ എം താങ്ക്ഫുൾ ടു യു, ഐ എം താങ്ക്ഫുൾ ടു യു. അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനോട് നന്ദി പറഞ്ഞാൽ നന്ദി ഗ്രാമത്തിൽ വസിക്കലായി. രണ്ടാമത്തെ ഫാക്ടർ നന്ദി ഗ്രാമത്തിൽ വസിക്കുക എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് ഈശ്വര എനിക്ക് ഇത്ര പൈസ തരണേ, ഈശ്വര എനിക്ക് ആ കാര്യം കിട്ടണേ 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 എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മൈൻഡിൽ വരുന്ന പിക്ചർ എന്താണ്? നമ്മളുള്ളിൽ ഇല്ലായ്മയാണ്. അതുകൊണ്ട് ഇല്ലായ്മയായിട്ട് ഒരിക്കലും ഹാർമണി കീപ്പ് ചെയ്യരുത്. ഹാർമണി കീപ്പ് ചെയ്യേണ്ടത് എപ്പോഴും ഉള്ളതിനുമായിട്ടാണ്. അതുകൊണ്ട് 2 ഭാവമുണ്ട് ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ. ഒന്ന് എനിക്ക് തരണേ എന്ന യാചന, മറ്റൊന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സൃഷ്ടി ഭഗവാന്റെ രചനയാണ്. ഈ ഭഗവാന്റെ രചനയിൽ നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ രചനകളാണ്.
ഈശ്വരൻ ഈ സൃഷ്ടിയുടെ അധികാരിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ മക്കളായ നമ്മളും ഈ സൃഷ്ടിയിലെ സർവ്വസുഖങ്ങൾക്കും സമ്പത്തിൻ്റെയും അധികാരികൾ തന്നെയാണ്. പക്ഷെ ഞാനതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അത് നമ്മുടെ അടുത്തേക്ക് എത്താത്തത്. അതുകൊണ്ട് പവർഫുള്ളായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യൂ. യെസ്, ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ്, ഞാൻ മാസ്റ്റർ ശാന്തിസാഗരനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഇത്തരം പവർഫുള്ളായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ അവസ്ഥയിലിരുന്ന് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണം എന്ന് മകൻ അച്ഛനോട് പറയും ഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യൂ. ആ കാര്യം തീർച്ചയായിട്ടും നടന്നിരിക്കും. പ്രാർത്ഥന എനിക്ക് ഇല്ലാത്തതിനെ ഓർമ്മിച്ച് നമ്മുടെ മനസ്സിൽ ആ എന്ത് മിസ്സിങ് ഫീലിംഗ് ഉണ്ടോ അത് നമ്മുടെ മനസ്സിൽ ആ ഫീലിങ്ങിനെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് അതിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. പിന്നെ നാലാമത്തെ കാര്യം, അവനവനെ ശപിക്കരുത്, അവനവന് ആശീർവാദം കൊടുക്കും. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെക്കൊണ്ടാവില്ല, എനിക്ക് കഴിയില്ല, ഞാൻ എത്ര വട്ടം ശ്രമിച്ചു, എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല, പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു, ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പഠിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു, പഠിക്കാൻ എനിക്ക് പറ്റില്ല. എത്ര തവണ നെഗറ്റീവ് തോട്ട് അവനവനെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്യുന്നോ അതൊക്കെ തന്നെ നമ്മളെ ശപിക്കലാണ്. അതേസമയം എത്ര തവണ നമുക്ക് നമ്മളെ ബ്ലസ് ചെയ്യുന്നു. ഈ ആരുടെ മനസ്സിന് പോസിറ്റീവ് തോട്ടുണ്ടോ അവരെ കൂടെ ഭഗവാനുണ്ട്, അവരെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, അവരുടെ കൂടെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഭഗവാൻ ആരുടെ കൂടെ ഉണ്ടോ അവരുടെ കൂടെ എല്ലാതും ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ്, ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ്, ഞാൻ ഈശ്വരൻ്റെ രചനയാണ്, ഈശ്വരൻ്റെ വണ്ടർഫുൾ ക്രിയേഷനാണ്. ഇത്തരത്തിലുള്ളതായിട്ടുള്ള പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ സ്വയം അവനവനെ ആശീർവദിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത് നിങ്ങളുടെ ആക്സെപ്റ്റൻസ്, രണ്ടാമത് എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കാൻ പഠിക്കുക, നന്ദി ഗ്രാമത്തിൽ വസിക്കുക എന്ന് പറയാം. മൂന്നാമത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നാലാമത്തെ സ്വയം അവനവനെ ആശീർവദിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് വളരെ വേഗം ആകർഷിക്കപ്പെട്ടു വരും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.